അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ വില്യം ഷേക്സ്പിയർ. അപ്പോൾ ഷേക്സ്പിയറിന്റെ എക്സാക്ട് ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ഏർലി ലൈഫിനെ കുറിച്ച് അങ്ങനെ അത്രയ്ക്ക് പ്രൂവൺ ആയിട്ടുള്ള ഫാക്ട്സ് കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സാക്ട് ബർത്ത് ഡേറ്റ് ഒക്കെ നമുക്ക് ഇപ്പോഴും അൺനോൺ ആണ്. പക്ഷേ അപ്പോൾ ഇംഗ്ലണ്ടിലെ വാർവിക്ക്ഷയർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ട്രാൻഫോർഡിൽ 1564 ഏപ്രിൽ മാസത്തിലാണ് ഷേക്സ്പിയർ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ എക്സാക്ട് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ബട്ട് ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ഹി ഈസ് ബാപ്റ്റൈസ്ഡ് ഓൺ 26th of April. ഏപ്രിൽ 26th അദ്ദേഹത്തെ ബാപ്റ്റൈസ് ചെയ്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഫാദർ ജോൺ ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ ആ സ്ട്രാറ്റ്ഫോർഡിൽ തന്നെ ഒരു ട്രേഡർ ആയിരുന്നു. ആൻഡ് ഹി ലേറ്റർ വെന്റ് ഓൺ ടു ബിക്കം ദ മേയർ ഓഫ് ദ ബോറോ ബൈ 1568 ആയപ്പോഴത്തേക്ക് തന്നെ മേയർ ആയിട്ട് മാറാൻ വരെ സാധിച്ച അത്രയ്ക്ക് ഒരു സ്റ്റാർട്ടിങ് ഷേക്സ്പിയർ ജനിച്ച ആ ഒരു ടൈമിൽ അത്രയ്ക്ക് ഫോർച്യൂൺസ് അദ്ദേഹത്തിന്റെ ഫാദറിന് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഹിസ് മദർ ഇസ് മേരി ആർഡൻ. മേരി ആർഡൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു നോബിൾ ഫാമിലിയിലെ ഒരു മെമ്പറാണ് അദ്ദേഹം, ഷേക്സ്പിയറിന്റെ മദറായിട്ടുള്ള മേരി ആർഡൻ. ആൻഡ് ഷേക്സ്പിയറിന്റെ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഷേക്സ്പിയർ അവിടുത്തെ 9ാമത്തെ വയസ്സിലാണ് അവിടുത്തെ വില്ലേജ് ഗ്രാമർ സ്കൂളിൽ ചേരുന്നത്. ആൻഡ് ബൈ ദ ടൈം ഹി വാസ് 12 അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ഫോർച്യൂൺസ് എല്ലാം ഡിക്ലൈൻ ചെയ്ത് വന്നു. സോ അൺഫോർച്ചുനേറ്റ്ലി ഷേക്സ്പിയറിന്റെ സ്കൂൾ വിദ്യാഭ്യാസം അവിടെ നിർത്തേണ്ടതായിട്ട് വരികയാണ്. ആൻഡ് സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയ ശേഷം ഷേക്സ്പിയറിന്റെ ലൈഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഫാക്ട്സ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റൂമർഡ് ഓർ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഷേക്സ്പിയർ വർക്ക്ഡ് ഇൻ മെനി ഫീൽഡ്സ്. അദ്ദേഹം ഒരു ബുച്ചറിന് അസിസ്റ്റന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലോയറിന്റെ ക്ലർക്കായിട്ട്, ഡോക്ടറിന് അസിസ്റ്റന്റ് ആയിട്ട്, ആൻഡ് ഈവൻ ആസ് എ കൺട്രി സ്കൂൾ മാസ്റ്റർ, അങ്ങനെ പല ഫീൽഡിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാം അദ്ദേഹത്തിന്റെ മാരേജ് ആണ്. 1682 വില്യം ഷേക്സ്പിയറിന്റെ മാരേജ് നടക്കുന്നത്. ആൻ ഹാത്തവേ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വില്യം ഷേക്സ്പിയർ മാരേജ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മാരേജ് ഫംഗ്ഷനിൽ അദ്ദേഹത്തിന്റെ ഫാദർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഷേക്സ്പിയറിന്റെ ഭാര്യ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ 4 മാസം പ്രഗ്നന്റ് ആയിരുന്നു. ഷേക്സ്പിയറിനേക്കാളും സോഷ്യൽ സ്റ്റാറ്റസ് കുറഞ്ഞ ഒരു കുട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഷേക്സ്പിയറിനേക്കാളും 7 വയസ്സ് മൂത്ത ആളുമായിരുന്നു ഷേക്സ്പിയറിന്റെ ഭാര്യയായിട്ട് വന്ന ആൻ ഹാത്തവേ എന്ന് പറയുന്ന സ്ത്രീ. 1582 ആൻ ഹാത്തവേ ആയിട്ടുള്ള ഷേക്സ്പിയറിന്റെ മാരേജ് നടക്കുന്നു. ആൻഡ് അതിനുശേഷം 6 മാസം കഴിയുമ്പോൾ തന്നെ ഷേക്സ്പിയറിന്റെ എൽഡസ്റ്റ് ഡോട്ടർ ആയിട്ടുള്ള സൂസന്ന ജനിക്കുകയാണ്. ആൻഡ് വിത്തിൻ 2 years ദ ട്വിൻസ് ജൂഡിത്ത് ആൻഡ് ഹാംലെറ്റ് വാസ് ഓൾസോ ബോൺ. 2 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ട്വിൻസ് ഇരട്ട കുട്ടികളായിട്ടുള്ള ഹാംലെറ്റും ജൂഡിത്തും ജനിക്കുന്നു. ഷേക്സ്പിയറിന് ഒറ്റ ആൺകുഞ്ഞ് മാത്രമേ ഉള്ളത്, ഹാംലെറ്റ് ആണ്. ആൻഡ് ഈ ഒരു ഇരട്ട കുട്ടികളൊക്കെ ജനിച്ച് ആ ഒരു ടൈമിലാണ് ഷേക്സ്പിയറിന് അവിടുത്തെ ആ സ്ട്രാറ്റ്ഫോർഡിലെ പോലീസുമായിട്ട് കുറച്ച് തർക്കം ഉണ്ടാകുന്നത്. അവിടുത്തെ സർ തോമസ് എന്ന് പറയുന്ന പാർക്കിൽ നിന്ന് ഷേക്സ്പിയർ ഒരു മാനിനെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസുമായിട്ട് കുറച്ച് തർക്കം ഉണ്ടാകുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഷേക്സ്പിയർ ഇസ് ഫോഴ്സ്ഡ് ടു ഫ്ലീ ടു ലണ്ടനിലേക്ക് താമസം മാറാനായിട്ട് ഷേക്സ്പിയർ നിർബന്ധിതയാണ്. അങ്ങനെ ലണ്ടനിലേക്ക് ചെല്ലുന്നു. ലണ്ടനിൽ ചെന്നപ്പോൾ ലണ്ടനിൽ ആ സമയത്ത് തിയേറ്റർ ഗോയിങ് ഒരു ഫാഷനായിട്ട് വരുന്ന ടൈമാണ്. തിയേറ്ററിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ട് വരുന്ന ഒരു ടൈമാണ്. ആൻഡ് ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഷേക്സ്പിയർ വെന്റ് ടു ലണ്ടൻ ആൻഡ് ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ തിയേറ്റർ ആസ് ആൻ attendant to attend that horses, അല്ലെങ്കിൽ to keep the horses of the nobleman coming to see the performance of London theatres. അപ്പോൾ ലണ്ടനിലെ തിയേറ്ററിലെ പെർഫോമൻസ് അല്ലെങ്കിൽ നാടകങ്ങൾ കാണാൻ വരുന്ന നോബിൾ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരുടെ കുതിരകളെ നോക്കുന്ന ഒരു അറ്റൻഡന്റ് ആയിട്ടാണ് ഷേക്സ്പിയർ ആദ്യകാലങ്ങളിൽ തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു തിയേറ്ററിലെ എക്സ്പീരിയൻസിലേക്ക് കടന്നു വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ബൈ ദ ടൈം 1592 ആയപ്പോഴത്തേക്ക് തന്നെ അദ്ദേഹം ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ ഒരു സിഗ്നിഫിക്കന്റ് മെമ്പർ ആയിട്ട് മാറുകയും ആൻഡ് റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി വിത്ത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ചിട്ടുള്ള റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്ന വ്യക്തി ഷേക്സ്പിയറിനെ കുറിച്ച് 1592 എന്ന ഇയറിൽ ഒരു പ്രസ്ഥാനം, ഒരു കമന്റ് പറയുകയാണ്. അതായത് റോബർട്ട് ഗ്രീൻ കമന്റഡ് ഓൺ വില്യം ഷേക്സ്പിയർ ആസ് ആൻ അപ്സ്റ്റാർട്ട് ക്രോ ബ്യൂട്ടിഫൈഡ് ബൈ അവർ ഫെദേഴ്സ്. ഒരു നമ്മുടെ തൂവലുകളാൽ മനോഹരമാക്കപ്പെട്ട അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്യപ്പെട്ട ഒരു കാക്കയാണ് ഷേക്സ്പിയർ എന്നാണ് റോബർട്ട് ഗ്രീനെ പോലെ പ്രശസ്തനായിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് കൂടിയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്ന വ്യക്തി 1592 കമന്റ് ചെയ്ത്. അതിന്റെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ റോബർട്ട് ഗ്രീന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ദ ആക്ടേഴ്സ് ഷുഡ് റീഡ് ദ ലൈൻസ് ബട്ട് നോട്ട് റൈറ്റ് ദം. ആക്ടേഴ്സിന് അവർ കൊടുക്കുന്ന ലൈൻസ് വായിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാതെ സ്വന്തമായിട്ട് ലൈൻസ് എഴുതേണ്ട കാര്യമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തിരുന്ന വ്യക്തിയാണ് നമ്മുടെ റോബർട്ട് ഗ്രീൻ. അപ്പോൾ നമുക്ക് ഷേക്സ്പിയറിന്റെ കാര്യം അറിയാം, ഹി ലെറ്റർ ബിക്കേം എ പ്ലേ റൈറ്റ്. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കാം അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിപ്പിച്ചത്. 1592 പോലും ഷേക്സ്പിയറിൻ്റെതായിട്ടുള്ളൊരു ലിറ്റററി ഔട്ട്പുട്ട് അതുവരെ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ
1592 റോബർട്ട് ഗ്രീൻ ആൻ അപ്സ്റ്റാർട്ട് ക്രോ ബ്യൂട്ടിഫൈഡ് ബൈ അവർ ഫെദേഴ്സ് എന്ന് ഷേക്സ്പിയറിനെ കുറിച്ച് പറയുന്നു. അതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പോയമായിട്ടുള്ള വീനസ് ആൻഡ് അഡോണസ് പബ്ലിഷ് ചെയ്യുകയാണ്. ആൻഡ് വീനസ് ആൻഡ് അഡോണസ് പബ്ലിഷ് ചെയ്തപ്പോൾ ആ പോയത്തെ ഷേക്സ്പിയർ സ്വയം വിശേഷിപ്പിച്ചത് ദ ഫസ്റ്റ് ഹെയർ ഓഫ് മൈ ഇൻവെൻഷൻസ് എന്നാണ് ഷേക്സ്പിയർ ആ വീനസ് ആൻഡ് അഡോണസ് എന്ന് പറയുന്ന പോയത്തെ വിശേഷിപ്പിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ഓർ ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ഏൾ ഓഫ് സൗതാംപ്ടൺ. ഏൾ ഓഫ് സൗതാംപ്ടണിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പോയം വീനസ് ആൻഡ് അഡോണസ് എന്ന് പറയുന്ന പോയം എഴുതിയിരിക്കുന്നത്. ആൻഡ് വീനസ് ആൻഡ് അഡോണസ് വളരെ വലിയൊരു സക്സസ്ഫുൾ പോയമായിരുന്നു. ആ പോയത്തിന്റെ സക്സസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പോയം എഴുതി ദ റേപ്പ് ഓഫ് ലുക്രി എന്ന് പറയുന്ന പോയം. ഈ രണ്ട് പോയങ്ങളും വളരെ വലിയ ഫേമസ് ആയി. ആൻഡ് ദിസ് ടു പോയംസ് ഹെൽപ്ഡ് ഷേക്സ്പിയർ ടു മേക്ക് ആൻ ഇമ്പാക്ട് ആൻഡ് പ്രൂവ് ദാറ്റ് ഹി ഈസ് നോട്ട് ജസ്റ്റ് ആൻ അപ്സ്റ്റാർട്ട് ക്രോ ബട്ട് ദ ഈഗിൾ ഓഫ് ഹിസ് സ്കൈസ്. ആൻഡ് ഈ രണ്ട് പോയത്തിന്റെയും ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസ് കാരണം അദ്ദേഹത്തിന് വില്യം ഷേക്സ്പിയർ എന്ന വ്യക്തി അവിടുത്തെ റോയൽ ഫാമിലി ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും ആൻഡ് ആഫ്റ്റർ ഹിസ് ലൈഫ് ടിൽ ഹിസ് ഡെത്ത് അദ്ദേഹത്തിന് ആ ഒരു റോയൽ ഫാമിലിയുടെ കുറച്ച് ഫേവേഴ്സ് അദ്ദേഹത്തിന് നേടിയെടുക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ആൻഡ് അടുത്ത കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലിറ്റററി കരിയറിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 പീരീഡ്സ് ആയിട്ട്. ആൻഡ് ഫസ്റ്റ് പീരീഡ് ഇസ് ദ പീരീഡ് ടിൽ 1595. ആൻഡ് ഈ ഒരു പീരീഡിനകത്താണ് അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വർക്കായിട്ടുള്ള വീനസ് ആൻഡ് അഡോണസ്, അതുപോലെ റേപ്പ് ഓഫ് ലുക്രി, അതുപോലെ അദ്ദേഹത്തിന് ഗ്രേറ്റ് കോമഡീസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ലവ്സ് ലേബേഴ്സ് ലോസ് അല്ലെങ്കിൽ കോമഡി ഓഫ് എറേഴ്സ് ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു പീരീഡ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പീരീഡാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലിറ്റററി കരിയറിലെ സെക്കൻഡ് പീരീഡ് ആണ് 1595 തൊട്ട് 1601 വരെയുള്ള ടൈം. അപ്പോൾ ഈ ഒരു പീരീഡിനടക്കാണ് അദ്ദേഹത്തിന് ഗ്രേറ്റ് കോമഡീസ് ആയിട്ടുള്ള ആസ് യു ലൈക്ക് ഇറ്റ്, 12th നൈറ്റ്, ഹെൻറി ദ ഫോർത്ത് എന്ന് പറയുന്ന പ്ലേ അതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു പീരീഡിലാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ലിറ്റററി കരിയറിന്റെ തേർഡ് പീരീഡ് ആണ് ഫ്രം 1601 ടു 1608. അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് ഈ ഒരു പീരീഡ്, തേർഡ് പീരീഡ് ഫ്രം 1601 ടു 1608. ഈ 7 ഇയേഴ്സിനിടയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ട്രാജഡീസ് എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഫോർത്ത് പീരീഡ് ഫ്രം 1608 ടു 1612 വരെയുള്ള പീരീഡ്, 1608 മുതൽ 1612 വരെയുള്ള പീരീഡാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഫോർത്ത് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ടൈമിലാണ് അദ്ദേഹത്തിന് ഗ്രേറ്റ് റൊമാൻസസ് എല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ കരിയറിനെ പ്രൊഫസർ ഡൗഡർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കരിയറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 4 പാർട്ടായിട്ടാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇൻ ദ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പീരീഡാണ്. ഇൻ ദ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിന്റെ ഏർലി പീരീഡ് ആണ്. ഏർലി പീരീഡ് നേരത്തെ നമ്മൾ പറഞ്ഞ അതുപോലത്തെ പബ്ലിക്കേഷൻസ് എല്ലാം വന്ന ആ ഒരു പീരീഡ്. ആ പീരീഡിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ലിറ്റററി അല്ലെങ്കിൽ ഡ്രാമ റൈറ്റിംഗ് അല്ലെങ്കിൽ പ്ലേ റൈറ്റിംഗ് അല്ലെങ്കിൽ പോയം റൈറ്റിംഗ് എന്നൊക്കെ ഉള്ള ആ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിലുള്ള അദ്ദേഹത്തിന്റെ മിക്കവാറുമുള്ള ഔട്ട്പുട്ട്സ് എല്ലാം കുറച്ച് ഇമ്മച്യൂർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ബാക്കിയുള്ള ലേറ്റർ പ്ലേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ കുറച്ച് ആദ്യത്തെ ഇൻ ദ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പീരീഡിലെ പ്ലേസ് കുറച്ച് ഇമ്മച്യൂർ ആയിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ പീരീഡ് ആയിട്ട് പറയുന്നത് ഇൻ ദ വേൾഡ്. ആദ്യത്തെ പീരീഡ് ഇൻ ദ വർക്ക്ഷോപ്പ്, രണ്ടാമത്തെ പീരീഡ് ഇൻ ദ വേൾഡ്. ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പീരീഡിനകത്ത് അദ്ദേഹം ആദ്യത്തെ പീരീഡിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അദ്ദേഹം പഠിച്ച് മാസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിന്റെ ലിറ്റററി സ്കിൽസ് എല്ലാം അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന പീരീഡാണ് ആ രണ്ടാമത്തെ പീരീഡ് അല്ലെങ്കിൽ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പീരീഡ്. മൂന്നാമത്തെ പീരീഡ് അദ്ദേഹത്തിന്റെ ലൈഫിലെ മൂന്നാമത്തെ പീരീഡാണ് ഔട്ട് ഓഫ് ദി ഡെപ്സ് എന്ന് പറയുന്ന പീരീഡ്. ഔട്ട് ഓഫ് ദി ഡെപ്സ് എന്ന് പറയുന്ന പീരീഡിലാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ട്രാജഡീസ് എല്ലാം അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന പീരീഡിൽ അദ്ദേഹം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫ് എന്ന് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എലമെന്റിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ് നമ്മൾ ട്രാജഡീസ് എല്ലാം പബ്ലിഷ് ചെയ്ത് ഔട്ട് ഓഫ് ദി ഡെപ്സ് എന്ന് പറയുന്ന ഒരു ടൈമിൽ നമ്മൾ കാണുന്നത്. ആ ഒരു ടൈമിലാണ് ഷേക്സ്പിയർ ആ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, നമ്മൾ ജൂലിയസ് സീസർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഹിസ്റ്ററിയിലുള്ള ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിനല്ല ഒരു കോമൺ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ ആ ഒരു ഹ്യൂമൻ ഫീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഷേക്സ്പിയർ ട്രാജഡീസ് എല്ലാം എഴുതിയിരിക്കുന്നത്. ആൻഡ് ഫോർത്ത് പീരീഡ് അദ്ദേഹത്തിന്റെ നാലാമത്തെ ലിറ്റററി കരിയറിന്റെ നാലാമത്തെ പീരീഡ് അല്ലെങ്കിൽ ഫൈനൽ പാർട്ടായിട്ട് വരുന്നതാണ് ഇൻ ദ ഹൈറ്റ്സ് എന്ന് പറയുന്ന പീരീഡ്. ഇൻ ദ ഹൈറ്റ്സ് എന്ന് പറയുന്ന പീരീഡിലാണ് അദ്ദേഹം ആ ഒരു ഇത്രയും നാൾ ആ ട്രാജഡീസിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഡിപ്രഷൻസ് എല്ലാം മാറി അദ്ദേഹം റൊമാൻസസിലേക്ക് തിരിയുന്ന ആ ഒരു പീരീഡാണ് നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയുന്ന ഇൻ ദ ഹൈറ്റ്സ് എന്ന് പറയുന്ന പീരീഡ്. ആ ഒരു ട്രാജഡീസ് ഒക്കെ എഴുതി ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു മൂഡിൽ നിന്ന് മൊത്തം മാറി പകരം പുതിയൊരു സ്റ്റൈലിലേക്ക് റൊമാൻസസ് ഒക്കെ എഴുതി തുടങ്ങുന്ന ഒരു പീരീഡാണ് ആ നാലാമത്തെ പീരീഡായിട്ട് ഉള്ളത്. ആൻഡ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ലൈഫ് അദ്ദേഹം അത് എഴുതുന്ന പ്ലേസിന്റെ സോണൻസിന്റെ ഒക്കെ സക്സസ് കാരണം തന്നെ അദ്ദേഹം ആൻഡ് ബൈ ഹി ഓൾസോ ഹാഡ് ദ ഫേവർ ഓഫ് ദ റോയൽ ഫാമിലി അല്ലെങ്കിൽ റോയൽറ്റീസിന്റെ ഒക്കെ ഫേവറും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം
he was becoming very rich and he was becoming very wealthy, and he later reclaimed the fortunes of the lost fortunes of his father. അദ്ദേഹത്തിന്റെ ഫാദറിന് നഷ്ടപ്പെട്ടു പോയ ഭാഗ്യങ്ങളെല്ലാം അദ്ദേഹം തിരിച്ച് വീണ്ടെടുക്കുകയും ആൻഡ് ബൈ 1612 ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ലിറ്റററി ഫീൽഡിൽ നിന്ന് റിട്ടയർ ചെയ്ത് തിരിച്ച് ലണ്ടനിൽ നിന്ന് തിരിച്ച് സ്ട്രാൻഫോർഡിൽ വന്ന് സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് 1612 തിരിച്ച് സ്ട്രാറ്റ്ഫോർഡിൽ വന്ന് അവിടുത്തെ ഏറ്റവും വലിയ വീടൊക്കെ തന്നെ വാങ്ങി അവിടെ സെറ്റിലായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിലുള്ള കുറച്ച് ട്രാജഡീസ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏക മകനായിട്ടുള്ള ഹാംലെറ്റ് എന്ന് പറയുന്ന മകൻ 12ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ പാരന്റ്സും മരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടൈമിൽ നടന്നത്. ആൻഡ് ബൈ 1616 ഏപ്രിൽ 23 ഷേക്സ്പിയറും മരണപ്പെടുന്നു. 1616 1616 ഏപ്രിൽ 23 ഷേക്സ്പിയർ മരിക്കുന്നത്. ഷേക്സ്പിയർ ജനിച്ചത് ഏപ്രിൽ മാസത്തിലാണ്. ഷേക്സ്പിയർ ബാപ്റ്റിസ്റ്റ് ചെയ്ത ഏപ്രിൽ 26 ഷേക്സ്പിയർ മരിക്കുന്നതും ഏപ്രിൽ 23 1616. അപ്പോൾ ഇത്രയുമാണ് ഷേക്സ്പിയറിന്റെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറയാം.